അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം അല്ലേ? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. അതെ 2 മാസത്തോളം ഞങ്ങളുടെ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഞങ്ങളെല്ലാം ഇട്ടിട്ട് നിർത്തിപ്പോയതൊന്നും അല്ല കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തതിൽ. അത് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നുകൊണ്ടാണ് എടുക്കാൻ പറ്റാതിരുന്നത്. അത് ഞാൻ വഴിയെ വീഡിയോയിൽ പറയാം കേട്ടോ എന്തായിരുന്നു എന്നൊക്കെ. നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്തിരി വെയിൽ വെച്ചിട്ടുണ്ട് കണ്ടോ. എന്നാലും മഴ പെയ്യും എപ്പോഴെങ്കിലൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾ നാട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ആരോട് പറയാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ പെട്ടെന്നൊക്കെ ഒരു എമർജൻസിയിൽ നാട്ടിൽ വന്നു. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ ഞങ്ങൾ ഗോവയിലേക്ക് വന്നിട്ട്. അപ്പോൾ ഗോവയിലെ ഫുഡൊക്കെ ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ഫിഷ് താലിയൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഫിഷ് താലി കഴിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ നിങ്ങളെയും കൂടി കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ ബ്ലൂ ഹെവൻ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. ജിത്തുദിക്കുമ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതേ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ടുഡേ സ്പെഷ്യലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. കിങ് ഫിഷും പ്രോൺസും മസൽസും കലംകാരി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ക്വിഡാണ് കേട്ടോ. പിന്നെ ചൊണ്ണക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ സ്പെഷ്യൽ ഫിഷൊക്കെ ഉണ്ട്, റിവർ ഫിഷൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടോ, ആംബിയൻസിലൊന്നും അല്ല കേട്ടോ, ഫുഡിലാണ് കാര്യം. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ സ്പെഷ്യൽ കണ്ടെഴുതി വെച്ചേക്കണം ബാത്കർ താലി. അതെന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. എന്തേ ഞാനിവിടുന്ന് വീഡിയോ എടുക്കുകയാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്കേഴ്സുമായിട്ട് ഇവിടെ ഉള്ളത് ബാത്കർ താലി. അപ്പോൾ അതിനകത്ത് അവർ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നൊക്കെ ഒരു മെനുവിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ വായിച്ചു നോക്കാറുണ്ട്. 360 റുപ്പീസിന് എന്തായാലും ഒരു വർത്തായിട്ടുള്ള ഒരു സ്പെഷ്യൽ താലി തന്നെയാണ് കേട്ടോ ബാത്കർ താലി. അപ്പൊ ബ്ലൂ ഹെവൻ ആരും മിസ് ചെയ്യേണ്ട, വരുന്നത് കോൾവേയിലാണ്. സ്പെഷ്യൽ ആ സൈഡ് പോണ വഴിക്കാണ്. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഇവിടെ ബോർഡൊക്കെ ഇവിടത്തെ സ്പെഷ്യൽ ഫിഷും കണ്ട് പ്രോൺസും സ്പെഷ്യലി ഫാമേഴ്സ് ഇതിന്റെ പേര് ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഇതിന്റെ റിവ്യൂസ് പറയാം. അതൊക്കെ നല്ല കട്ട വീട്ടിലാണ് കുറച്ച് തിരക്കായി. ഞങ്ങളപ്പോ കയറി വന്നപ്പോ തന്നെ ഇവിടെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. അവരിങ്ങനെ ഫുഡിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അവർ മാർക്കറ്റിംഗ് ടീമായിരുന്നു കേട്ടോ. ബ്ലൂ ഹെവന്റെ മാർക്കറ്റിംഗ് ടീമായിരുന്നു. അവർ ഞങ്ങളോട് വന്നിട്ട് ഞങ്ങളുടെ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എങ്ങാനും അവർ ഇടാണെന്നുണ്ടെങ്കിൽ ഞാനത് ടാഗ് ചെയ്യാട്ടോ, എന്റെ ഇതിനകത്ത് ഇടാം. അപ്പോ അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ട് തോന്നിയായിരുന്നു. അത് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു അവരത് ചോദിച്ചു എന്റെ വീഡിയോസ് ഒക്കെ എടുത്തപ്പോ. അപ്പൊ ഞങ്ങളുടെ ഇത് സ്പെഷ്യൽ സംഭവം എത്തി കേട്ടോ. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ബാത്കർ താലി. ഇതിന്റെ പേരെന്താണ് കണ്ടോ, എന്തോരം ഐറ്റംസ് ആണ് നോക്കിയേ. അടിപൊളിയല്ലേ? അപ്പൊ നിങ്ങൾ ആരും മിസ് ആക്കണ്ട കേട്ടോ. 360 റുപ്പീസിന് എന്തായാലും വർത്താണ്. വന്ന് എന്തായാലും കഴിക്കണം കേട്ടോ. ബ്ലൂ ഹെവൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നോർമൽ താലിയാണ്, കിങ് ഫിഷ് താലിയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളുടെ മടുക്ക താലി. മടുക്കല്ല കേട്ടോ ബാത്കർ. ഞാൻ ആദ്യം മടുക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാത്തിലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടോ, ഇതിൽ കാണുന്നതാണ് ഓരോരോ ഡിഷസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. ഇത് നമ്മളുടെ കള്ളപ്പം എന്നൊക്കെ പറയില്ല, ആ സാധനം കേട്ടോ. അപ്പം പോലെ കാണിച്ചില്ല, അത് കള്ളപ്പമാണേ. അത് അവർ ഇഡ്ഡലിയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതായിട്ട് നമ്മളുടെ താലി ബ്ലൂ ഹെവന്റെ സ്പെഷ്യൽ താലിയാണിത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോർമൽ താലിയിലുണ്ടായിട്ടുള്ള കുറെ ഐറ്റംസ് ആയിട്ട്, പിന്നെ ഡെസേർട്ട് ആയിട്ട് ഗുലാബ് ജാമുൻ ഉണ്ട്, പിന്നെ വേറെ റൈസ് കേക്ക് ഉണ്ട്, പിന്നെ 2 പ്രോൺസ്, പിന്നെ അതേപോലെ ഫിഷ് കറി, ക്രാബ് റോസ്റ്റ്, പിന്നെ നമ്മളുടെ ക്ലാംസിന്റെ റോസ്റ്റ്, പിന്നെ വെജിറ്റബിൾസ്, ഡ്രൈ പ്രോൺസ് കണ്ടോ. പിന്നെ ഇത് ഇവരുടെ സ്പെഷ്യൽ ഒരു ഡ്രിങ്ക് ആണ്. വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ അപ്പൊ ഇതാണ് ഇവിടുത്തെ നോർമൽ താലി. ഇതിന് 220 റുപ്പീസ് ആയിട്ടായിരുന്നു. കിങ് ഫിഷ് താലിയാണ്. അപ്പോ റൈസും കിങ് ഫിഷ് ഫ്രൈയും, ഒരു ഫിഷ് കറിയും, വെജിറ്റബിൾ കറിയും, പിന്നെ സാലഡും, ഡ്രൈ പ്രോൺസും, ഒരു പപ്പതും, പിന്നെ ഗുലാബ് ജാമുനും. ഇതൊക്കെയാണ് ഇവിടുത്തെ നോർമൽ ഫിഷ് താലിയിൽ വരുന്നത്.
അപ്പോ ഒരു 1.5 മാസത്തിന് ശേഷമാണ് ട്ടോ ഞങ്ങളിപ്പോ ഫിഷ് താലിയൊക്കെ കഴിക്കാനായിട്ട് പുറത്ത് വന്നത്. അപ്പൊ നിങ്ങൾ നേരത്തെ ഞാൻ നിങ്ങളെല്ലാരും വിചാരിക്കുന്ന പോലെ 2 മാസം ഞങ്ങള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നില്ല, യൂട്യൂബിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളും പുറത്തോട്ടൊന്നും അങ്ങനെ പോവാറൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. വീട്ടിൽ കുറച്ച് എമർജൻസി ഒക്കെ വന്നു, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ജിത്തുവിന്റെ പപ്പയ്ക്ക്. അപ്പോ അതൊക്കെ കാരണം ഒരു കുറച്ച് എന്താ പറയാ, ഒരു ലൈഫ് അങ്ങനെ ആ ഒരു നല്ല രീതിയിലായിരുന്നില്ല പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം എല്ലാം ഒത്തിരി നോർമലായിട്ടൊക്കെ വരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതേ ഗോവയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഫിഷ് താലി തന്നെ തുടങ്ങാം, പിന്നെ യൂട്യൂബൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഒരു യൂട്യൂബൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി മൂഡായിരുന്നു കേട്ടോ. അത് ചെയ്യാണ്ടായപ്പോഴാണ് അതിൻ്റെ ഒരു വിഷമം ശരിക്കും മനസ്സിലായത്. അയ്യോ അത് ചെയ്യണമായിരുന്നു, അതങ്ങനെ നിർത്തരുതായിരുന്നു. എല്ലാവരും പറയുന്ന പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇടണമല്ലോ. അപ്പോൾ ഇപ്പം എന്തായാലും ഞങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ പോയി. ഞങ്ങൾ 2 മാസത്തോളം വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ പോയി. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. നിർത്തി കളയാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. ഒന്നും കിട്ടാനൊന്നും വേണ്ടിയിട്ടല്ല ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. നമ്മൾ ഗോവയിലായിരിക്കുമ്പോൾ ഗോവയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാവില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇവിടുത്തെ കുറേ സംഭവങ്ങളൊക്കെ നിങ്ങളിലോട്ട് എത്തിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾക്കും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. വർക്ക് ഉള്ളതുകൊണ്ടൊക്കെ നമുക്ക് പറ്റാറില്ല അങ്ങനെ എല്ലാവരും എടുക്കുന്ന പോലെ കുറേ അങ്ങോട്ട് വീഡിയോസ് ഒന്നും എടുക്കാനോ ചെയ്യാനോ പോവാനോ ഒന്നും പറ്റാറില്ല. ഞങ്ങളുടേതായ ആ ഒരു ലിമിറ്റിലാണ് ഞങ്ങൾ എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ 2 മാസം ഞങ്ങളുടെ വീഡിയോസ് ഒന്നും നിങ്ങൾ കാണാതിരുന്നത്. അപ്പോൾ നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും വെറുതെ ഒന്ന് തുടങ്ങി നോക്കിയതായിരിക്കും, അത് കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പോയി എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. ഞാൻ കാര്യമായിട്ട് ഫ്രാങ്കായിട്ട് പറയുകയാണ്, ഞങ്ങളുടെ വീഡിയോസിന് അങ്ങനെ അത്രയ്ക്ക് വലിയ വ്യൂസോ അങ്ങനെ ഇതൊന്നും കിട്ടാറില്ലായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ വീഡിയോസൊക്കെ ഇടാനായിട്ട്. നല്ല രസമല്ലേ നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ താമസിക്കുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്, അവിടുത്തെ ട്രഡീഷണൽ കൾച്ചറൊക്കെ നമ്മൾ ഇങ്ങനെ വീഡിയോസിലൂടെയൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് നല്ലതല്ലേ. ഞാൻ അങ്ങനെ മുൻപൊക്കെ ഇരുന്ന് കുറേ വീഡിയോസ് കുറേ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റുകളിൽ പോയി താമസിക്കുന്നവരുടെയും അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളുടെയൊക്കെ അവരുടെയൊക്കെ കൾച്ചറൽ വീഡിയോസ് ഇങ്ങനെ ഇടുമ്പോൾ ഞാനതൊക്കെ ഇരുന്ന് നന്നായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ അങ്ങനത്തെ ഒരു വീഡിയോ ഇടുമ്പോൾ മറ്റുള്ളവരും കാണും, കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നൊക്കെയാണ് വിചാരിച്ചത്. അങ്ങനെ വ്യൂസ് കുറവാണ്. അത് വേണമെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നായിരിക്കും നമ്മളുടെ വീഡിയോസ് എടുക്കാനും ഇതൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടല്ലല്ലോ എല്ലാം ചെയ്യുന്നത്, കൊണ്ടൊക്കെ ആയിരിക്കാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം കേട്ടോ. കാണുന്ന കുറച്ച് ആളുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ 2 മാസം ഞങ്ങൾ വീഡിയോ ഇടാതിരുന്നപ്പോൾ ഞങ്ങളോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ളത്. കയ്യിലുണ്ടാവുന്ന അത്ര ആളുകൾ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ അപ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലായി. അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഞങ്ങൾക്ക് ഈ വീഡിയോസ് ഇടണം എന്നാണ് എൻ്റെ ഇപ്പം മനസ്സിൽ തോന്നിയ ഒരു കാര്യം. അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക പ്രോത്സാഹനമാണ് കിട്ടിയത്. കുറച്ചും കൂടി വീഡിയോസ് ഇനി ഇടണം എന്നുള്ളത് കൊണ്ട് ഇടാനായിട്ടുള്ള ഒരു എന്താ പറയുക അവരിത് കിട്ടി. അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം എന്താ പറയുക നന്ദി ഞാൻ പറയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് സപ്പോർട്ട് വേണം. എല്ലാവരും വീഡിയോസൊക്കെ കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഞങ്ങൾ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാറുണ്ട്, ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഗോവയിൽ കാറിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, റെൻറ്റഡ് കാറിൻ്റെയൊക്കെ. ഞങ്ങൾക്ക് കുറേ എൻക്വയറീസ് ഒക്കെ അങ്ങനെ വരാറുണ്ടായിരുന്നു കേട്ടോ. കാറിനെ പറ്റി, കാറിൻ്റെയൊക്കെ അങ്ങനെ കുറേ പേർക്ക് ഞങ്ങൾ കാറൊക്കെ അങ്ങനെ സംഘടിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസൊക്കെ പോയി കാണണം കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ. നിങ്ങൾ ഇതേപോലെ ഇങ്ങനെയൊക്കെ ചോദിക്കണം, വീഡിയോസ് ഇട്ടിട്ടില്ലെങ്കിൽ എന്താ ഇടാത്ത എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്കും കൂടുതൽ ഇടാനൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോസ് ഇടാനൊക്കെ ആയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് ഒരു ഇത് തോന്നിക്കുള്ളൂ. അറിയാൻ പറ്റൂല സ്പെഷ്യലി ഇവിടത്തെ താലി 360 rupees ആണ്. ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു.
അപ്പോൾ അടിപൊളി ഒരു ഫിഷ് താലി കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ട് ഞങ്ങൾ അടുത്തതായിട്ട് അവിടുത്തെ ഡെസേർട്ടിൽ ഗുലാബ് ജാമുനാണ് തന്നിരുന്നത്. അത് ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഗുലാബ് ജാമുനൊക്കെ കഴിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഗുലാബ് ജാമുൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു റൈസ് കേക്ക്, അത് നമ്മളുടെ നാട്ടിൽ നമ്മൾ പാലപ്പത്തിൻ്റെ തന്നെ ഒരു കള്ളപ്പം എന്നൊക്കെ പറയില്ലേ, ആ സംഭവം, അതിൻ്റെ അവർ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇഡലിയുടെ ഷേപ്പിലായിരുന്നു അത് നല്ലതായിരുന്നു കേട്ടോ. എനിക്കറിയത്തില്ലായിരുന്നു ഗോവയിലെ ആൾക്കാർ അതൊക്കെ കഴിക്കുന്നതൊക്കെ. നമ്മുടെ സാധാ കള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. കള്ളപ്പത്തിന് കുറച്ചും കൂടി ആ ഒരു കള്ളൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. ഇത് അവർ കള്ളൊന്നും ഒഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ നമ്മൾ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കില്ല, അതിൻ്റെ കുറച്ച് മധുരം കൂടിയൊരു വേർഷൻ. എന്തായാലും നല്ലതായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടുള്ള ഈ ഒരു ബർഗർ താലിക്ക് 360 റുപ്പീസാണ്. ലൊക്കേഷൻ വന്നിട്ട് കോൾവേയിലാണ് വരുന്നത്. കോൾവേയിൽ ബ്ലൂ ഹെവൻ എന്നാണ് ഈ റെസ്റ്റോറൻറ്റ് പേര്. ഞാൻ ഈ ക്യാപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, അതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ഗോവയിൽ വരുന്ന ആളുകൾ മിസ്സാക്കണ്ട ബ്ലൂ ഹെവൻ ഗോവ. നമുക്ക് നല്ല ഗോവയുടെ ലോക്കലായിട്ടുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫിഷ് താലി കഴിക്കാൻ പറ്റും കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ആ മഴയത്ത് ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം 2-3 മാസത്തിന് ശേഷമാണ് അടിപൊളിയായിട്ടൊരു ഫിഷ് താലി കഴിക്കുന്നത്. ഞങ്ങളുടെ മനസ്സും വയറും ഒക്കെ അടിപൊളിയായിട്ട് നിറഞ്ഞു. അതിനുശേഷം ഇതേ കണ്ടോ, അവരുടെ കുറച്ച് സിഗ്നേച്ചർ ഡിഷസൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. മട്ടൻ റോസ്റ്റും പിന്നെ അങ്ങനെ കുറച്ച് സൂപ്പും ബിരിയാണിയും ഫ്രൈഡ് റൈസും ഗുലാബ് ജാമുനും അങ്ങനെ ചീസി ചിക്കനും പിന്നെ ക്രാബ് മീറ്റിൻ്റെ എന്തൊക്കെയോ ഒരു സ്പെഷ്യൽ ഡിഷസ്, പിന്നെ തന്തൂരി ചിക്കനും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവർ ഡിഷസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിടാം കേട്ടോ വീട്ടിലോട്ട്. ഇനി ഒരു നല്ലൊരു ഉറക്കം പാസ്സാക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത്രയേ ഉള്ളൂ. ബൈ.